അയ്യോ, എന്റെ ദിവാകരൻ കൊച്ചേട്ടോ, എന്റെ ദിവാകരൻ കൊച്ചേട്ടോ, കാടികുടി ദിവാകരൻ കൊച്ചേട്ടോ. ആ എടി മിനിക്കുട്ടിയെ, നിന്നെ ഞാൻ എന്തിനാണ് ദിവാകരൻ കൊച്ചേട്ടാന്ന് വിളിക്കുന്നത്? എന്റെ ഭർത്താവ് ദിവാകരൻ കൊച്ചേട്ടൻ മരിച്ചപ്പം അദ്ദേഹത്തിന്റെ ആത്മാവ് നിന്റെ ദേഹത്ത് കയറി. അതുകൊണ്ടാണ് ഇടയ്ക്ക് നിന്നെ മിനിക്കുട്ടിയെന്നും ഞാൻ ദിവാകരൻ കൊച്ചേട്ടാന്നും വിളിക്കുന്നത്. അറിയാലോ, ചക്കിരി മുത്തി ബാബേ. ദിവാകരട്ടം ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത് ഒരൊറ്റ കാര്യം മാത്രമേ എനിക്ക് ദ്രോഹം ചെയ്തുള്ളൂ. എനിക്കൊരു മകൻ 24 മണിക്കൂറും കവിത എഴുതിക്കൊണ്ടിരിക്കണോ. ഉഗ്രൻ ടൈറ്റിൽ, കുവൈറ്റിലെ കുരുവിക്ക് വൈറ്റ് പൊങ്കാല. ഇനി ഇവിടെ പേപ്പർ കീറിയിട്ടാ തൂത്തു ആയിരിക്കണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും. അവന്റെ ഒരു ഉണക്ക കവിത. അമ്മച്ചി ഇത് എന്തോ പേപ്പറാ? ഇതെന്റെ ചിന്തകളാണ്, ഒരു കലാകാരന്റെ ചിന്തകളാണ് ഈ ചുറ്റും കിടക്കുന്നത്. 24 വർഷത്തിന് മുമ്പ് നിന്റെ അച്ഛനും ഞാനും കൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഇപ്പൊ നീ ഇവിടെ ഇരുന്ന് ചിന്തിക്കത്തില്ലായിരുന്നു. അത് നീ മനസ്സിലാക്കണം. എടാ, നിന്നോട് പഠിച്ചതല്ലേടാ ഷിബു, തെക്കരല്ലേ ഷിബു? അവന്റെ കല്യാണം കഴിഞ്ഞ അവനും ഉണ്ട് 4 മക്കള്. എന്താ നിന്റെ അഭിപ്രായം? അവന് അഭിപ്രായം ഉണ്ടല്ലേ 4 മക്കളായത്. ഇനി ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് എന്തോ കാര്യം? എന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. 24 മണിക്കൂർ. ഇന്നലെ പാതിരാത്രി ഇവിടെ എന്തോരുന്ന ബഹളം? ഇന്നലെ ഒരു പ്രസവം നടന്നു ഇവിടെ. ആരായിരുന്ന വൈറ്റാട്ടി? വൈറ്റാട്ടി ഞാൻ തന്നെ. എന്റെ പുതിയ കവിതയുടെ ഡെലിവറി നടന്നു ഇവിടെ. എടാ കൊച്ചി, അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുന്നു. ഈ നാട്ടുകാർ മൊത്തം നിന്റെ ദേഹത്തല്ലടാ പൊങ്കാല ഇടുന്ന, എന്നിട്ട് നീ പഠിക്കുന്നില്ലേടാ നിന്റെ കവിത എഴുത്ത്? അമ്മച്ചിക്ക് എന്റെ കവിതയെ കുറിച്ച് അറിയാഞ്ഞിട്ടാണ്. അതായത് എന്റെ കവിത എന്ന് പറയുന്നത് നമ്മുടെ പട്ടിണി മരണങ്ങളില്ലേ, അതിനെ സാക്ഷ്യപ്പെടുത്തുന്ന കവിതയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. അതായത് ഒരു കുഞ്ഞ് തന്റെ അപ്പൻ പാപ്പവുമായിട്ട് വരുന്നത് കാത്തിരിക്കുന്ന ഒരു കൊച്ചിന്റെ വേദനയാണ്. ശ്രദ്ധിച്ച് കേട്ടോളണം, ശ്രദ്ധിച്ച് കേട്ടോളണം. എനിക്ക് അതല്ലേ ചൊരപ്പ്. അപ്പായി പാപ്പിയ, അപ്പായി പാപ്പിയ, അതായത് അപ്പൻ പാപ്പവുമായിട്ട് വരുമോ എന്ന് കൊച്ചിന്റെ വേദന. അപ്പൊ പാപ്പവുമായിട്ട് വന്ന ശേഷം ഈ പാപ്പ എടുത്ത് കഴിച്ചു. എന്നിട്ട് കൊച്ച് പാപ്പായി നാച്ചീരേ നാച്ചീരേ. എന്തോടാ നാച്ചീരേ? നാച്ചീരേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹിരോഷിമയിൽ മാത്രം കാണുന്ന കൊച്ചുങ്ങളുടെ ബുദ്ധി വളർച്ചയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള ഒരു ചീരയാണ് നാച്ചീര. അപ്പൊ അതാണ് ഞാൻ ഇവിടെ സാക്ഷിയുടെ അപ്പായി നാച്ചീരേ. 1-ാം തീയതി ഫ്രീ ആണോടാ? 1-ാം തീയതി ഫ്രീ ആണ് അമ്മച്ചി. മക്കളെ, പെരുമ്പാവൂര് ചെറിയൊരു കവിതാ പാരായണം ഉണ്ട്. അവിടെ നിന്ന് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. ഒന്ന് അവിടെ വരെ ഒന്ന് പോ. പെരുമ്പാവൂരൊക്കെ ഭയങ്കര ബംഗാളികളുടെ ശല്യമല്ലേ? അവരെ ശല്യം തീർക്കാൻ വേണ്ടിട്ടാ നിന്റെ കവിത എടുത്തോണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത്. അപ്പൊ അവരവിടെ നിന്ന് പൊയ്ക്കോളൂ. കുടുംബം കലക്കാൻ വേണ്ടിട്ട് വയസ്സാങ്കാലത്ത് അപേക്ഷന്മുഖി എന്നെ അമ്മച്ചി. വയസ്സാങ്കാലത്ത് അപേക്ഷന്മുഖി ചെല്ല പുഴുക്കെല്ലാം മാറിക്കള, അല്ലാതെ എന്നായിട്ട് ഭ്രാന്തരിപ്പിക്കാം. ഞാനൊരു കാര്യം പറയാം. എന്താ? നിന്റെ കവിത ഇവിടെ നിന്നല്ല, വിദേശ രാജ്യങ്ങളിൽ പോലും എടുക്കത്തില്ലടാ. വിദേശ രാജ്യത്ത് എന്റെ കവിതയെ എന്നിലെ കലാകാരനെയും തിരിച്ചറിയും. അവിടുത്തെ സർക്കാർ എന്നെ ഏറ്റെടുക്കും. അറിയാവോ നിങ്ങൾക്ക്? ഇവിടുത്തെ സർക്കാർ നിന്നെ ഇവിടെ ഏറ്റെടുക്കും. മുനിസിപ്പാലിറ്റിയില് അവന്മാര് ലോറി കൊണ്ടുവന്ന് നിന്റെ കവിതയെ നിന്നെ ഇവിടെ എടുത്തോണ്ട് പോകൂടാ. നിങ്ങൾ കൂടുതൽ വർത്താനം ഒന്നും പറയണ്ട. കഴിഞ്ഞ കർക്കിടകത്തിൽ കാലം വന്നപ്പോ എം.എൻ. നമ്പ്യാരെ ഫിഗർ ചെയ്ത് കാലിനെ പറ്റിച്ച കളവിയല്ലേ നിങ്ങൾ? ഇവിടെ ആരും ഇല്ലേ? എന്റെ കവിത കേട്ട ആരെങ്കിലും ആണോ? അല്ല. എന്റെ കവിത വായിച്ചിട്ടുള്ള ആരെങ്കിലും ആണോ? അല്ല. എന്നാ പിന്നെ എനിക്ക് കുഴപ്പമില്ല, ധൈര്യമായിട്ട് കയറി പോന്നോ. ഹലോ, നമസ്കാരം. നമസ്കാരം. ആരാ, എവിടെന്നാ? ഞാൻ ചരിത്രം ഉറങ്ങുന്ന മണ്ണിന്ന് വന്നതാ. എന്നാ മലത്തിയിട്ട് ചരിത്രത്തിന്റെ ചന്തിക്ക് വരുന്നുള്ളൂട്. എപ്പോഴും ഉറങ്ങിക്കിടന്ന അങ്ങനെ ഉണർന്നിരിക്കണ്ട ചരിത്രമൊക്കെ. അതായത് വന്ന കാര്യം പറയൂ. ഞാൻ ഭയങ്കര ഒരു പണക്കാരനാ. പണം എനിക്കൊരു പ്രശ്നമേ അല്ല. പണം കൊടുത്ത് ഇവിടുത്തെ ആടിനെ വാങ്ങാൻ വന്നതാ. പ്രേമിച്ചാ ഈ ആടിറങ്ങി വരൂല. പണം കൊടുത്താലേ ആടിനെ മേടിച്ചോണ്ട് പോകാൻ പറ്റൂ. അല്ല, പണം കൊടുത്ത ആടിനെ മേടിക്കാം. ആടിനെ മേടിക്കാൻ വന്നതാണെന്ന്. ആടിനെ മേടിക്കാൻ വന്നതാണല്ലേ? ആ, ശരി ശരി. പക്ഷേ എന്റെ കവിത ഏറ്റവും കൂടുതൽ ഡിസ്റ്റർബ് ചെയ്യുന്ന ആടാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഈ ആടിനെ നിങ്ങൾ മേടിച്ചോണ്ട് പോക്കോ, കുഴപ്പമില്ല. അല്ല, ഈ സമയമില്ലാത്ത നേരത്തൊക്കെ ഈ കവിതയൊക്കെ ആരെങ്കിലും വായിക്കൂ? ഇല്ല. പിന്നെ കവിത ഓരോന്നായിട്ട് പൊടിച്ച് നേരെ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസായിട്ട് കുടിക്കും. എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണ്, കവിത വായിക്കും? ഇന്നത്തെ കാലത്ത് ആരും കവിത വായിക്കാറില്ലേ? എല്ലാരും കവിത വായിക്കും. അല്ല, എനിക്ക് കവിത ഭയങ്കര ഇഷ്ടമാണ്. പറ്റുമെങ്കിൽ രണ്ടുപേരും ഒന്ന് മൂളാവോ? ഒന്ന് ശരി, ഒരു അകലം വിട്ട് നിന്നേ. അതിനാ? ഇൻഷുറൻസ് എടുത്തിട്ടില്ല, അതുകൊണ്ട്. അപ്പായി പാപ്പിയ, അപ്പായി പാപ്പിയ, അപ്പായി പാപ്പിയ, പാപ്പിയ നാച്ചീരേ, അപ്പായി പാപ്പിയ, അപ്പായി നാച്ചീരേ. എങ്ങനെയുണ്ട്? എടാ, നിനക്കൊരു ചുരപ്പും ഇല്ലെങ്കിൽ അവിടെ നിന്ന് മമ്മാറ്റി എടുത്ത് കിളയ്ക്കാൻ പോടാ. എന്റെ തോളി ഒന്ന് കേരളം എന്തിട്ടാ? അമ്മ
അച്ഛനെ കൊണ്ട് ഒരാൾ വന്നേക്കുന്നു. അയ്യേ, അച്ഛനെ കൊണ്ട് ഒരാള് വന്നേക്കുന്നത് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. മക്കളെ അത് ഞാൻ പറഞ്ഞു തരാടാ. അവന്റെ അച്ഛൻ ദിവാരം കൊച്ചേട്ടൻ മരിച്ചുപോയി. അദ്ദേഹത്തിന്റെ ആത്മാവി ആടിന്റെ ദേഹത്തുണ്ടെന്നാണ് അവൻ പറഞ്ഞത്. നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ വിശ്വസിക്കുന്നല്ലോ. ഞാനാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വിശ്വസിക്കാറില്ല. ഞാനും ഇത് വിശ്വസിക്കില്ല നല്ലത്. ഞാനും വിശ്വസിക്കാത്തപ്പോ ഇതിനെ ഒരു ദിവസം ഞാൻ ഇത് അഴിച്ചുവിട്ടപ്പോ ഈ ആട് നേരെ ഓടിച്ചെന്ന് നമ്മുടെ സീമ ചേച്ചി ഇല്ലേ, സീമ ചേച്ചി ചക്ക വെട്ടിപ്പറിക്കുന്നിടത്ത് പോയി അയവെട്ടുന്നു. അപ്പൊ ഞാൻ ഉറപ്പിച്ച് അച്ഛന്റെ ആത്മാവ് ഇതിന്റെ ദേഹത്തുണ്ട്. അതെങ്ങനെ അറിയാൻ പറ്റും? ജീവിച്ചിരുന്നപ്പോ അച്ഛനെ ഇതുപോലെ ആയിരുന്നു. സീമ ചേച്ചി എവിടെ ഉണ്ടോ അവിടെ നിന്ന് ന്യായം പറഞ്ഞുകൊണ്ട് നിൽക്കും. അയ്യോ, അങ്ങനെയായിരുന്നു. അല്ല, ഈ അച്ഛൻ എങ്ങനെയമ്മ മരിച്ചത്? അത് മാത്രം ചോദിക്കല്ലേ മോനെ. അല്ല, ഈ മരിച്ച എങ്ങനെയൊന്ന് പറയാ. അത് മാത്രം ചോദിക്കല്ലേ മോനെ. അറിയാൻ വേണ്ടി പറയാമ്മ. ഒരാള് പറയൂലെന്ന് പറയുമ്പോ എന്തിനാണ് അവര് ബുദ്ധിമുട്ടിക്കുന്നത്? അമ്മയ്ക്ക് അച്ഛൻ മരിച്ച കാര്യം പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അമ്മയ്ക്ക് പറയാൻ പറ്റോ? കുളിക്കടവില് പെണ്ണുങ്ങളെല്ലാം കൂടെ സോപ്പിനെറിഞ്ഞു കൊന്നെന്ന് പറയാൻ പറ്റോ? അത് അവര് പറയത്തില്ല. സോപ്പൊക്കെ എറിഞ്ഞ ഒരാൾ മരിക്കൂ? ഒരു സോപ്പാണ് പിന്നെ ഒരു ലോഡ് പെണ്ണുങ്ങൾ കൂട്ടം കൂടി സൂപ്പർ എറിഞ്ഞു കഴിഞ്ഞാൽ സോപ്പ് അണ്ണാക്കിലിരുന്നല്ലേ മരിച്ച. എങ്ങനെ മരിച്ചാലും ലാഭം ഉണ്ടാക്കിയിട്ടല്ലടാ നിന്റെ അച്ഛൻ പോയത്. നല്ല ഭയങ്കര ലാഭമായിരുന്നു. എന്തോന്ന് ലാഭം? ബോഡി കുളിപ്പിക്കാൻ നേരത്ത് സോപ്പ് മേടിക്കേണ്ടി വന്നില്ല, വായി തന്നെ ഉണ്ടായിരുന്നു. മക്കളെ, നേരത്തെ കാര്യം പറയാൻ വിട്ടോയടാ അമ്മ. ഞാൻ വരുന്ന വഴിയേ സ്കൂളിലെ PTA പ്രസിഡന്റ് കണ്ടായിരുന്നു. പ്രവേശനോത്സവത്തിനൊന്ന് പാടാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞു. അമ്മ അവരടുത്ത് പറയണം ഞാൻ ഇവിടെ ഇല്ല, വേറെ എവിടെയോ പാടാൻ പോയേക്കാണെന്ന് പറഞ്ഞാൽ മതി. അതിന്റെ കവിത പാടാൻ ഞാൻ വിദേശത്താണെന്ന് പറഞ്ഞാൽ മതി. പറയണ്ട. അതെന്താ ഞാൻ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കാം. 1ാം ക്ലാസ്സിലെ പിള്ളേരെ കൊണ്ട് എന്തിനമ്മ എന്നെ തല്ലിക്കുന്ന? എന്തിനു തല്ലിക്കണം? അത്ര മലയാള അധ്യാപകന്മാർ തടിവടിയന്മാരുണ്ടല്ലോ, അവന്മാരൊരു വാക്ക് പോലും പറഞ്ഞില്ല. നീ 1ാം ക്ലാസ്സിലെ പിള്ളേർക്ക് എന്തെങ്കിലും കവിത പാടിക്കാണോ? അതായിരിക്കും. കവിതയ്ക്കൊന്നും ഒരു കുഴപ്പമില്ല, കിടിലൻ കവിത തന്നെ ഞാൻ പാടിയത്. നീ ഏത് കവിത പാടിയത്? കടലിൽ കടലിൽ ഉപ്പിട്ടത് ആരാണ്? കയലിൽ കക്കവാരിയിട്ടത് ആരാണ്? കായലിൽ കക്കവാരിയിട്ടത് ആരാണ്? കണ്ടത്തിൽ ചെളിവാരിയിട്ടത് ആരാണ്? ഉച്ചയ്ക്ക് ഉണ്ണാവിരിക്കുമ്പോ പാത്രത്തിൽ ചോറ് വാരി കൊണ്ടിടുന്നത് ആരാണ്? 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 ഞാൻ കൂലിപ്പണിക്ക് പോയിട്ട് വന്നിട്ട് നിനക്ക് ചോറങ്ങോട്ട് തള്ളിത്തരും. 24 മണിക്കൂറും കവിത എഴുതിക്കൊണ്ട് അവിടെ ഇരുന്നു. അല്ല മോനെ, നീ ഏതാ? അല്ല, ജാഫർ പറഞ്ഞിട്ട് വന്നതാണേ. ജാഫറിനെ അറിയാമോ? പിന്നെ ഞാൻ ഇന്നലെ സിനിമ ഉണ്ടല്ലേ ഉള്ളായിരുന്നു. അമേരിക്കന്ന് വരുന്ന അമ്മയ്ക്ക് സത്യം പറഞ്ഞ വിവരം ഇല്ല, അധികം വിദ്യാഭ്യാസം ഒന്നും ഇല്ല, സ്കൂളിന്റെ തിണ്ണയൊന്നും കണ്ടിട്ടില്ല. നീയാ? വെള്ളപ്പൊക്കം വന്നപ്പോ ഒരു ദിവസം പോയി കിടന്നായിരുന്നു. വേറെ അതുകൊണ്ടാണ്, അല്ല വേറെ ഉണ്ടെങ്കിൽ അമ്മ അങ്ങനെ പറയില്ല. അമ്മ, ആ ജാഫറിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആട് കച്ചവടക്കാരൻ ജാഫർ ഇല്ലേ, അവൻ പറഞ്ഞിട്ടാണ് ഞാൻ ആടിന് വാങ്ങാനാണ് ഇവിടെ വന്നത്. നമ്മളെ ആട് ജലാലിന്റെ മോൻ ജാഫർ എന്ന് പറ. മോൻ എവിടെ നിന്ന് വരുന്നു? അമ്മ, ഞാൻ കോഴിക്കോടുള്ളേ. കോഴിക്കോടാ? ഓ, ഞാൻ കോഴിക്കോട് അറിഞ്ഞൂടെ? ഇല്ല. പണ്ട് വാസ്കോടിക്കാമ കാലുകുത്തിയ സ്ഥലമാണ്, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടെ. കുട്ടിയെടുത്ത് ചോദിച്ചാൽ പറയും കോഴിക്കോടാണ് വാസ്കോടിക്കാമ കാലുകുത്തിയ. നിങ്ങൾക്കത് അറിയാത്ത കാര്യം. നിങ്ങൾ എന്തിനാണ് എന്റെ പാവപ്പെട്ട അമ്മയടുത്ത് ഇങ്ങനെ ചൂടാവുന്നത്? അല്ല, കോഴിക്കോട് വാസ്കോടിക്കാമ കാലുകുത്തി അറിഞ്ഞൂടെന്ന് പറഞ്ഞാ എന്റെ അമ്മ അതാണ്ട് ഈ നിൽക്കണം. നിങ്ങൾ മേടിക്കാൻ വന്ന ഈ ആടുമായിട്ട് തലകുത്തി ആ കെണ്ടി വീണ് ഈ പറഞ്ഞ കാലുകുത്തി വീണ വാസ്കോഡ ഗാമ ഇതറിഞ്ഞായിരുന്ന? ഈ വാസ്കോഡ ഗാമയുടെ പറയണം ഇങ്ങോട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഉള്ളെന്ന്. നിന്റെ അടുത്ത് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇത് എന്തെല്ലാം നീ സംസാരിക്കുന്നത്? അമ്മ, ഇതേ കോഴിക്കോടാണ് അമ്മ ബേപ്പൂർ കോട്ട കെട്ടിയത്. ആ കോട്ട കെട്ടിയത് ആരാണെന്ന് നമുക്ക് അറിയാമോ? കഴിഞ്ഞ മഴയത്ത് ഇവിടത്തെ നമ്മളെ കക്കൂസ് പൊളിഞ്ഞു വീണ്. അത് പണിഞ്ഞ മേശിരി നിനക്കറിയാമോ? ഇല്ല, ഇല്ല, അറിഞ്ഞൂടാ. പിന്നെ നിന്റെ കോട്ട പണിഞ്ഞ മേശിരി ഞാൻ എന്തിനാ അറിയണോടാ? നിങ്ങൾ എന്തിനാണ് കോഴിക്കോട് നിന്ന് ഇവിടെ വന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ച് കൗണ്ടർ കേട്ടോണ്ട് പോണത്? എന്തിനാണ് വന്ന കാര്യം പറയും. ഈ ജാഫർ എന്ന് പറയുമ്പം നമ്മൾ അപ്പുറത്തെ സ്റ്റേഡിയത്തിന് എവിടെ താമസിക്കുന്നത്? അവനായിട്ട് മോൻ അങ്ങനെ ബന്ധം? അമ്മ, ഞാൻ ഇവിടെ അടുത്തല്ലേ അമ്മ താമസിക്കുന്നത്. പെണ്ണ് കെട്ടിയത് ഇവിടെ ഇവിടുന്നാണ് കല്യാണം കഴിച്ചത്? അല്ലാതെ ഒരു പാവപ്പെട്ട ഒരു പെണ്ണിയാണ് ഞാൻ കെട്ടിയത്. അവർ കല്യാണം കഴിച്ചു കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് നല്ലൊരു കറവ പശുവിനെ വിറ്റാണ് അവർക്ക് എന്നെ കെട്ടിച്ചത്. അപ്പൊ ഒരു 1ാം തരം പശുവിനെ കൊടുത്തൊരു മുതുക്ക കാളെ വാങ്ങി. എന്തിനു പറയുന്നത്? നിങ്ങൾ ആട്ടിന്റെ കാര്യത്തിലാണെങ്കിൽ ആട്ടിന്റെ കാര്യത്തെ കുറിച്ച് സംസാരിക്കുക. നിങ്ങൾ ഈ ആട് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ പറ്റും? ഉള്ളത് പറയല് വേണുമാനെ. നമ്മൾ ആടായത് കൊണ്ട് പറയല്ല, 1ാം തരം പ്രത്യേകതയുള്ള ആടാണ് നമ്മുടേത്. എന്താ ഈ ആടിന് കാലില്ലേ? വീലാണ് ഘടിപ്പിച്ചേക്കുന്നത്. എന്റെ വായിരിക്കണ കേൾക്കുന്ന അതല്ലെന്ന്. അതല്ലെങ്കിൽ ആട് പ്രമദവനം പാടും. എവരെ വിളിച്ചോണ്ട് പോ. അതാണോ ഞാൻ പറഞ്ഞത്? എടാ, എന്റെ ആടെന്ന് പറഞ്ഞാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒരുപാട് വീടുകളിൽ ആടുണ്ട്. പക്ഷെ ഈ ആട് ഞാൻ തൊഴിലുറപ്പിന് പോണ സമയത്ത് വീട്ടിൽ ചമ്മന്തിയിടും, അരിയെടുത്ത് അടുപ്പത്തിടും, പാത്രം കഴിവും, ഇതെല്ലാം എന്റെ ആട് ചെയ്യും. അത് മാത്രമല്ല ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കാനും ആടാണ് പോണത്. നിങ്ങളിത് ആടുത്താണ് നിങ്ങൾ സംസാരിക്കുന്നത്? കോഴിക്കോട് വണ്ടിക്കൂലി മുടക്കി നിങ്ങൾ ഇത് കേൾക്കാനാണ് ഞാൻ ഇവിടെ വന്നത്. ഞാൻ വേറൊരു മണ്ടനൊന്നും അല്ലട്ടാ. ഞാൻ കിഴങ്ങനെ ഇതൊക്കെ പറഞ്ഞ് വിശ്വസിക്കേ.
അമ്മ പറഞ്ഞ 3 കാര്യം ഞാൻ വിശ്വസിക്കാം. പക്ഷെ ഇവൻ പറഞ്ഞ കന്നുകാർ നടക്കുന്ന കാര്യം ഞാൻ വിശ്വസിക്കൂല. ഈ അമ്മ പറഞ്ഞ 3 കാര്യം വിശ്വസിക്കാമെങ്കിൽ പിന്നെ ഇലക്ട്രിസിറ്റി ബില്ല് അടയ്ക്കുന്നതും കൂടെ വിശ്വസിക്കാത്തത്? എടാ ഈ കറണ്ട് ചാർജ് അടക്കാൻ ഈ ആട് പോവുകയാണെങ്കിൽ അഥവാ ബാലൻസ് ഉണ്ടെങ്കിൽ ഈ ആട് എങ്ങനെ ചോദിക്കും? അത് പറ. ന്യായം. ഇത് ഗൂഗിൾ പേ ഉള്ള ആടാണ്. അങ്ങനെ പറ. ബാലൻസ് ചോദിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പറ. ഇല്ലെങ്കിൽ ഞാൻ വിചാരിക്കും നിങ്ങൾ കള്ളം പറഞ്ഞാണെന്ന്. അങ്ങനെ പറയണം. അമ്മ, കോഴിക്കോട് അലുവ മാത്രമല്ല, കോഴിക്കോട് മണ്ടന്മാരും ഉണ്ട്. വേറൊരു പ്രത്യേകതയും കൂടി മോനെ ഇതിനകത്തുണ്ട്. എന്തോന്ന്? അപായം കാണുമ്പോ എന്റെ ആടിന് മനസ്സിലാവും ഭയങ്കര കരച്ചിലും പൊട്ടിച്ചിരിയാണ്. അയ്യോ, അങ്ങനെ അത് മാത്രമല്ല, അപായം കാണുമ്പോൾ മാത്രമല്ല, അപായം വരുന്നെന്ന് അറിയുമ്പോൾ മാത്രമല്ല ഇത് ആട് പൊട്ടിക്കരയുന്നത്. ഞാൻ ഈ കവിത എഴുതുമ്പോഴും ഈ ആട് ഭയങ്കര കരച്ചിലാണ്. അപ്പൊ അമ്മ പറഞ്ഞ സത്യമാണ്. അപകടം വരുമ്പോ കരയുന്ന ആട് കറക്റ്റാണ്. എടാ നീ ആടിന്റെ കാര്യം വിളിച്ചു. പിന്നെ ഈ ആട് പെട്ടെന്ന് എനിക്ക് തരണം കേട്ടോ. എന്താടാ? എനിക്ക് നേരെ വീട്ടിൽ പോകണം. നമ്മളെ വീടിന്റെ അവിടെ ഭയങ്കര കാടാണ്. നേരെ വീട്ടിൽ കഴിഞ്ഞ യക്ഷികളുടെ ഭയങ്കര ശല്യം. നിങ്ങൾ ഇന്നത്തെ കാലത്താണ് ഈ യക്ഷി ശല്യം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അന്ധവിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടക്കുന്ന ആളാ നിങ്ങൾ. ഒരിക്കലും വിശ്വസിക്കരുത് അങ്ങനെയൊന്നും. ഞാൻ ഒരു ദിവസം അടിയും കൊണ്ടിട്ട് വരുന്ന വഴിക്ക്, അല്ല അടിപ്പം കവിതയും പാടിയിട്ട് വരുന്ന വഴിക്ക് പാലോടെന്ന് പറഞ്ഞാൽ യക്ഷി കൂടാണ്. നിങ്ങൾ ഓർക്കണം, യക്ഷി കൂടാണ്. ഓട്ടോയിലാണ് ഞാൻ സഞ്ചരിക്കുന്നത് കേട്ടാ. ഓട്ടോക്കാരന് ഞാൻ മാത്രമേ ഉള്ളൂ. ഒരു യക്ഷി നേരെ ഫ്രണ്ടി വന്നങ്ങ് ചാടി തന്നു. അയ്യോ, പേടിച്ച് ഞാൻ ഓട്ടോക്കാരൻ ഇങ്ങനെ ഇരിക്കുക, കിടുകിടാ പറിച്ചിരിക്കുക. അപ്പോഴും നേരെ യക്ഷി വന്ന് ഈ ഓട്ടോക്കാരന്റെ കൈയും പിടിച്ച് നേരെ കാട്ടിലോട്ട് ഓടി അങ്ങ് കയറിപ്പോയി. പക്ഷെ അതിനുശേഷം ഇന്ന് വരെ ഞാൻ ആ ഓട്ടോക്കാരനെ കണ്ടിട്ടില്ല. അപ്പൊ യക്ഷി ആ ഓട്ടോക്കാരന്റെ 2 കൊച്ചുങ്ങളെ സ്കൂളിലാക്കാൻ വേണ്ടി ജംഗ്ഷൻ അത് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓട്ടോക്കാരനെ ഞാൻ തിരക്കും ചെയ്യും. ഓട്ടോക്കാരന് സുഖമായിട്ടിരിക്കണമെന്നൊക്കെ ചോദിക്കും. കാര്യങ്ങളൊക്കെ നല്ല കാര്യമാണ്. ഈ ആടിന എന്റെ നോട്ടത്തില് ഒരു 10,000 രൂപ അങ്ങോട്ട് കൈ വെച്ച് തരും. അയ്യടാ, 2 മാസത്തിന് മുമ്പ് 2 പേരും എന്ന് പറഞ്ഞത് 20,000 രൂപയാണ്. 20,000 രൂപ കൊണ്ട് നീ. അയ്യേ, 20,000 രൂപ ആടില്ല, കൊച്ചാട് അത്രയും തരാനില്ല. പിന്നെ ഞാൻ കാട്ടിൽ പോയാണ്ട് തോലും പറിച്ചോണ്ട് വന്ന ആടിന് 20,000 രൂപ വേണം. അങ്ങനെയാണെങ്കിൽ 12,500. 20,000. അമ്മ 12,500. 20,000 നഷ്ടമാണ്. 12,500 ഈ ആടിനെ നിങ്ങൾ വിളിച്ചോണ്ട് പോവാതിന്. എന്നെ പ്രസിദ്ധീകരിക്കാൻ പറ്റുന്ന കവിത വിഴുങ്ങിയ ആടാണെന്ന്. കവിത വിഴുങ്ങിയ ആളാ? എന്റെ കവിത വിഴുങ്ങിയ ആടാണ്. നിങ്ങൾ കൊണ്ടുപോയി. എന്തിനമ്മ ഈ ആട്? ഏത് കവിത വിഴുങ്ങിയത്? ആ കവിത പ്രസിദ്ധീകരിക്കാൻ പറ്റുന്നതാണ്. ഞാൻ പറയുന്നത് ഈ ആടിന് 10 പൈസ എനിക്ക് കിട്ടൂല. അതെന്ത്? എവന്റെ ഉണക്ക കവിത ഈ ആട് വിഴുങ്ങിയത്. ഇനി ഈ ആടിനെ വിൽക്കണമെങ്കിൽ, ഈ ആടിന് വില വരണമെങ്കിൽ ഒരൊറ്റ കാര്യമുള്ളു. ഏത് കാര്യം? ആദ്യം എവനോട് നടിച്ചിറക്കണം. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.